Hi friends, welcome to Biomedical Compass. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്ന വൺ ടെസ്റ്റ് വേരിയോഫ്ലെക്സ് ഗ്ലൂക്കോമീറ്ററിൻ്റെ കൺട്രോൾ ടെസ്റ്റാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. കൺട്രോൾ ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, അതെന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടുന്ന വാല്യൂസ് നമ്മൾ ബ്ലഡ് എടുത്തിട്ട് ഗ്ലൂക്കോമീറ്ററിൽ എടുക്കുന്ന വാല്യൂ കറക്റ്റ് ആണോ അല്ലേ എന്നുള്ളത് അറിയാനുള്ള ഒരു സ്റ്റാൻഡേർഡ് സൊല്യൂഷൻ വെച്ചിട്ട് നമ്മൾ കൺഫേം ചെയ്യും. ആ സ്റ്റാൻഡേർഡ് സൊല്യൂഷനിൽ കൃത്യമായിട്ടുള്ള വാല്യൂ റേഞ്ച് ഉണ്ടാവും. അതിൻ്റെ അണ്ടറിലാണ് മെഷീൻ്റെ വാല്യൂ എന്നെങ്കിൽ അത് ഗുഡ്, അങ്ങനെ അല്ലെങ്കിൽ മെഷീൻ എന്തെങ്കിലും പ്രശ്നമുണ്ട്, അത്രയാണ്. അത് വെരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു സ്ട്രിപ്പ് എടുത്തിട്ട് സ്ട്രിപ്പ് ജസ്റ്റ് ഇൻസേർട്ട് ചെയ്തു. അങ്ങനെ സ്ട്രിപ്പ് ഇൻസേർട്ട് ചെയ്തതിൻ്റെ ശേഷം അതിൽ ഈ ഡ്രോപ്പ്ലെറ്റ് കാണിക്കാനുള്ള ഇത് കാണിക്കും. ഇങ്ങനെയാണ് നമ്മൾ നോർമൽ റീഡിങ് എടുക്കുന്നത്. ഇവിടെയാണ് നമ്മൾ ബ്ലഡ് നോർമലായിട്ട് ഇൻസേർട്ട് ചെയ്യുന്നത്. ഇപ്പോൾ ഞാൻ കൺട്രോൾ ടെസ്റ്റാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. കൺട്രോൾ ടെസ്റ്റിന് വേണ്ടി ഞാൻ ഡൗൺ ബട്ടൺ ലോങ് പ്രസ് ചെയ്യുക അല്ലെങ്കിൽ അപ്പ് ബട്ടൺ ലോങ് പ്രസ് ചെയ്യുമ്പോൾ ഒരു സി വരും. അവിടെയാണ് ഞാൻ കൺട്രോൾ സൊല്യൂഷൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ കൺട്രോൾ സൊല്യൂഷൻ്റെ ബോട്ടിൽ, അതായത് ലെവൽ 3 കൺട്രോൾ സൊല്യൂഷൻ ബോട്ടിലാണ് ഞാൻ എടുത്തേക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു റേഞ്ച് ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ടിപ്പ് ഞാൻ ജസ്റ്റ് ക്ലീൻ ചെയ്യണം. ടിപ്പ് ക്ലീൻ ചെയ്യുന്നത് വെച്ചാൽ ഇതിൽ എയറേറ്റ് കണ്ടാമിനേറ്റ് ആയിട്ട് ഓപ്പൺ ചെയ്ത ബോട്ടിലൊക്കെ നമുക്ക് ഫസ്റ്റ് ഡ്രോപ്പ് എടുക്കുക, ആ ഡ്രോപ്പ് കളഞ്ഞിട്ട് അത് പ്രോപ്പറായിട്ട് അതിൻ്റെ ടിപ്പൊക്കെ ക്ലീൻ ചെയ്ത് ടിപ്പും അതിൻ്റെ ടിപ്പും പിന്നെ അതേപോലെ നമ്മുടെ ടോപ്പ്, ഞാൻ ഈ ബോട്ടിലിൻ്റെ ടോപ്പാണ് ഇതിന് സർഫസായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആ ടോപ്പ് പ്രോപ്പറായിട്ട് ക്ലീൻ ചെയ്തിട്ട് 1 സിംഗിൾ ഡ്രോപ്പ് നമ്മളതിൽ ആഡ് ചെയ്യാം. അതിനുശേഷം നമ്മൾ നേരത്തെ സെറ്റിങ്സ് ചെയ്തു വെച്ച ഈ മെഷീൻ എടുത്തിട്ട് ജസ്റ്റ് അതിലേക്ക് ഒന്ന് സൈഡിലൂടെ ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അത് റീഡിങ് എടുക്കാൻ വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ ഈ മെഷീനിൽ ബാറ്ററി ഇല്ല, അതാണ് ആ ബാറ്ററിൻ്റെ സിമ്പിൾ കാണിച്ച്. അത് ഞാൻ ബാറ്ററി മാറ്റിയതിന് ശേഷം സെയിം സ്ട്രിപ്പ് തന്നെ ഞാൻ അതിലേക്ക് തിരിച്ചിട്ടു. ഞാൻ യൂസ് ചെയ്ത സ്ട്രിപ്പ് ഇട്ടപ്പോൾ ഒരു എറർ വരും, കണ്ടോ, എറർ 2. ഈ എറർ 2 എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ മെഷീനിൽ ഫ്യൂച്ചറിൽ അങ്ങനെ കാണുവാണെങ്കിൽ എറർ 2 എന്ന് പറഞ്ഞാൽ കണ്ടാമിനേറ്റഡ് സ്ട്രിപ്പാണ്, സ്ട്രിപ്പ് മാറ്റണം. പിന്നെ അത് ഞാൻ പുതിയ ബാറ്ററി മാറ്റി പുതിയ ഒരു സ്ട്രിപ്പ് ഇട്ടിട്ട് ഞാൻ റീഡിങ് എടുക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അപ്പോൾ റീഡിങ് 5 ഡൗൺ കൗണ്ട് ഡൗൺ ചെയ്തതിൻ്റെ ശേഷം റീഡിങ് കാണിച്ചു 107. ഈ റീഡിങ് കറക്റ്റാണോ അല്ലേ എന്ന് നമ്മൾ വെരിഫൈ ചെയ്യുന്നത് ഈ ബോട്ടിലിൻ്റെ ടോപ്പിൽ എഴുതിയിട്ടുണ്ടാവും ഇതിൻ്റെ അക്സെപ്റ്റബിൾ റേഞ്ച്, കണ്ടോ, 102 to 138. അതായത് ഇപ്പോൾ നമുക്ക് കിട്ടിയ 107 റീഡിങ് ഇതിൻ്റെ ഇടയിൽ വരുന്നതാണ്. അതായത് ഈ മെഷീൻ വർക്കിംഗ് ഗുഡ്, വി ക്യാൻ യൂസ് ഫർദർ. അപ്പോൾ ഇത്രയേ ഉള്ളൂ കൺട്രോൾ ടെസ്റ്റ് ചെയ്യുന്ന പ്രൊസീജിയർ. അപ്പോൾ ഇപ്പം നമ്മൾ കൺഫേം ചെയ്തു ഈ മെഷീൻ്റെ റീഡിങ് കറക്റ്റ് ആണെന്നുള്ളത്. ഓക്കെ, താങ്ക് യു.